മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ ലോകത്തിൽ അറിവ് ലഭിക്കാൻ സാധാരണഗതിയിൽ 4 പന്ഥാവുകളാണുള്ളതെന്ന് പറയാറുണ്ട്. 1 ലിസണിങ്, 2 വാച്ചിങ്, 3 ഡിസ്കസിങ്, 4 തിങ്കിങ്. കേൾക്കുക, കാണുക, ചർച്ച ചെയ്യുക, ചിന്തിക്കുക. നന്മകളും തിന്മകളും കേൾക്കാൻ ചെവി തുറന്നു വെക്കണം. നന്മകളും തിന്മകളും കാണാൻ കണ്ണ് തുറന്നു വെക്കണം. നന്മകൾ മാത്രം എടുക്കാൻ മനസ്സ് തുറന്നു വെക്കണം. അകത്തേക്കെടുക്കുന്ന നന്മ തിന്മകൾ മറ്റുള്ളവർക്ക് നന്മ നിറഞ്ഞ രീതിയിൽ പ്രയോഗിക്കാൻ വേണ്ടിയാണ് കൊടുക്കേണ്ടത്, അവർക്ക് വിളമ്പേണ്ടത്, അറിയിക്കേണ്ടത്. നമുക്ക് ജഗദീശ്വരൻ തരുന്ന അറിവ് ഒരു കാരണവശാലും മറ്റുള്ളവരെ അവഹേളിക്കാനോ അപകീർത്തിപ്പെടുത്താനോ ഡീഗ്രേഡ് ചെയ്യാനോ ഉപയോഗിക്കരുത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് വിദ്യാദേവത എന്ന സങ്കല്പം. പക്ഷേ വിദ്യ തെറ്റായിട്ടുള്ള രീതിയിൽ ആരെങ്കിലും ഉപയോഗിച്ചാൽ അതിനെ ആയുധം കൊണ്ട് പ്രതികരിക്കാൻ സാധിക്കില്ല. വിദ്യ കൊണ്ട് തന്നെ വേണം പ്രതികരിക്കാൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള ഇക്വേഷൻ E=mc² എന്നുള്ളത് കണ്ടുപിടിച്ച് വളരെയേറെ ദുഃഖിച്ച് ജീവിതത്തിൻ്റെ അവസാന കാലം മുഴുവനും ദുഃഖപൂർണമായൊരു ജീവിതമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ നയിച്ചത്. താൻ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച ഒരു അറിവ് ആറ്റം ബോംബ് ഉണ്ടാക്കി ഈ പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും നശീകരണത്തിന് വേണ്ടി അത് ഉപയോഗിക്കുമല്ലോ എന്ന ദുഃഖമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ ഡൈനാമിറ്റ് കണ്ടുപിടിച്ച നോബൽ, അദ്ദേഹം കണ്ടുപിടിച്ച ഡൈനാമിറ്റ് എന്ന വെടിമരുന്ന് അത് നശീകരണത്തിന് ഉപയോഗിക്കുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ദുഃഖിച്ചിരുന്നു. പക്ഷെ ആ ഡൈനാമിറ്റ് വിറ്റ് കിട്ടിയ ആ സമ്പത്ത് ഒരു പൈസ പോലും അവനവൻ്റെ ജീവിതത്തിന് ഉപയോഗിക്കാതെ സർവചരാചരങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു. ഇങ്ങനെ പല വിധത്തിലുള്ള പല തരത്തിലുള്ള പല കാര്യത്തിലുള്ള അറിവുകൾ, ഇൻഫർമേഷൻ ആയാലും നോളജ് ആയാലും നമുക്ക് ലഭിക്കും. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ബൈബിള് വലിയൊരു സമൂഹത്തിൻ്റെ പുണ്യഗ്രന്ഥമാണ്, ആരാധനാ ഗ്രന്ഥമാണ്, ഈശ്വരീയ ഗ്രന്ഥമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗവും. അതിനെക്കുറിച്ച് ഞാനിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ വീഡിയോ കാസറ്റിലൂടെയോ CD-യിലൂടെയോ എല്ലാം പറയുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും ദുഃഖം തോന്നാം, വേദന തോന്നാം, വിഷമം തോന്നാം, ദേഷ്യം തോന്നാം, എതിർപ്പ് തോന്നാം, പക തോന്നാം. അതിനെല്ലാമുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഈ ബൈബിളിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അഥവാ നോളജ്, ബൈബിളിൽ തന്നിരിക്കുന്ന യഹോവയുടെ സന്ദേശം അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ഓരോ വിവരണങ്ങൾ, അത് മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് എങ്കിൽ എല്ലാ പഴയ ഗ്രന്ഥങ്ങളിലും ഏത് മതത്തിൻ്റെ ആയാലും എല്ലാത്തിലും നന്മകളുമുണ്ട് തിന്മകളുമുണ്ട്. മഹാത്മാഗാന്ധി തന്നെ പറയുകയുണ്ടായി, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അബദ്ധങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട്, കുറച്ച് നല്ല കാര്യങ്ങളും പറ്റിയിട്ടുണ്ട്. എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റരുത് എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതുന്നത് എന്ന് അദ്ദേഹം പറയേണ്ടായി. എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആത്മകഥ എഴുതുന്നത് എന്ന് മഹാത്മാഗാന്ധി പറയേണ്ടായി. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വരികൾ അത് ആത്മീയമായിട്ട് വേണ്ട നന്മകൾ ഉള്ളതെടുത്ത് അല്ലാത്തത് നിരാകരിച്ച് 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതിൽ പലതരത്തിലുള്ളതുണ്ടാവും. ഇക്കാലഘട്ടത്തിൽ യോജിച്ചതും യോജിക്കാത്തതും എല്ലാം ഉണ്ടാവും എന്നറിഞ്ഞ്
നന്മകൾ മാത്രം എടുത്ത് കൊടുക്കുന്നതിന് പകരം അതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം പ്രയോഗിച്ച് ഈ പാവപ്പെട്ട ഹിന്ദുക്കളെ മതം മാറ്റാൻ വേണ്ടി ബൈബിളിലെ അറിവ് ഉപയോഗിക്കുമ്പോൾ അതേ ബൈബിളിലെ അറിവ് ഉപയോഗിച്ച് തിരിച്ചു പ്രതികരിച്ചില്ലെങ്കിൽ അത് എന്നും ഈ രാഷ്ട്രത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളും സംസ്കാരവും വൈപ്പ് ഔട്ട് ചെയ്യാൻ കാരണം പാകിസ്ഥാൻകാര് ആയുധം കൊണ്ട് ഇന്ത്യയെ ആക്രമിച്ചാൽ മഹാത്മാഗാന്ധി പറയുന്ന സത്യഗ്രഹം അല്ലെങ്കിൽ അഹിംസാ സിദ്ധാന്തം അവിടെ വർക്ക് ചെയ്യില്ല. കൗരവര് ആയുധം കൊണ്ട് പാണ്ഡവരെ കീഴടക്കാൻ ശ്രമിച്ചപ്പോൾ കൃഷ്ണൻ പാണ്ഡവരോട് പറഞ്ഞത് അതേപോലെ പ്രതികരിക്കുക, കുറേയൊക്കെ ക്ഷമിക്കുക, എന്നിട്ട് പിന്നെ തിരിച്ച് അതേപോലെ പ്രതികരിക്കുക. ഇപ്പം ചിലപ്പോൾ ചിലർ ചോദിക്കും പട്ടി കടിച്ചു കഴിഞ്ഞാൽ പട്ടിയെ തിരിച്ചു കടിക്കുമോ എന്ന്. പട്ടി കടിക്കുന്ന ഇഷ്യൂവും ഇതുപോലെ ധാർമ്മിക മൂല്യങ്ങളും സാംസ്കാരിക മൂല്യങ്ങളും ഉന്മൂലനം ചെയ്യുന്നതും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. പട്ടി കടിക്കുന്ന കാര്യമാണ് വിഷയമെങ്കിൽ അത് അപ്പോൾ ചർച്ച ചെയ്യാം. ഇപ്പോൾ വിഷയം ഇവിടുത്തെ ക്രൈസ്തവരിൽ ഒരു വിഭാഗം ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി 21ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 3ാമത്തെ സഹസ്രാബ്ദം ഭാരതത്തെയും ചൈനയെയും പൂർണ്ണമായിട്ട് മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിന് അതേ നാണയത്തിൽ പ്രതികരിച്ചില്ലെങ്കിൽ ഹിന്ദു ഭീരുവാവുന്ന മാത്രമല്ല ഭൂമുഖത്ത് നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യപ്പെടും. അത് ക്രിസ്ത്യാനികൾ കാരണം, കേരളത്തിലെ ക്രിസ്ത്യാനികൾ കാരണം. അതുകൊണ്ടാണ് മലയാളത്തിലെ ബൈബിളിലുള്ള പാഠങ്ങൾ ഹിന്ദുക്കളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇന്ന് നമ്മൾ വിവരിക്കുന്നത് അല്പം വേഗത്തിൽ വിവരിക്കും. ആരാധ്യനായ ഡോക്ടർ CP മാത്യു, നല്ലൊരു ക്രിസ്ത്യാനിയാണ് അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലെ വൈസ് പ്രിൻസിപ്പാളായിരുന്നു. ഒരു ഡോക്ടറാണ്, നല്ല യുക്തിബോധമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് യേശുക്രിസ്തുവിൻ്റെ കുരിശ് മരണത്തെക്കുറിച്ച്. അത് ഞാൻ അതേപോലെ വായിക്കാം, കമൻ്ററികളൊന്നുമില്ലാതെ. നിങ്ങൾ മുഴുവനും ഒന്ന് കേൾക്കണം. ഒരുമിച്ച് കേൾക്കാൻ സമയം കുറവുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് കേൾക്കണം. ഞാൻ ഒറ്റ സ്ട്രെച്ചിനത് വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വായിക്കാൻ ശ്രമിക്കാം. എന്നിട്ട് നിങ്ങൾ അതിനെ വിലയിരുത്തിയിട്ട് യേശുവിൻ്റെ കുരിശുമരണം പാപികൾക്ക് വേണ്ടിയാണെന്നും യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ശുദ്ധ അബദ്ധജടിലമായ കാര്യങ്ങൾ പറഞ്ഞ് ഹിന്ദുക്കളെ പറ്റിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും കൂടി വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ വരികൾ വായിക്കാം. ക്രിസ്തുദേവന്റെ കുരിശുമരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിന്റെയും ചരിത്ര വസ്തുതകൾക്ക് വെളിച്ചം വീശുന്ന സർജറി പ്രൊഫസർ ഡോക്ടർ മാത്യു നടത്തിയ പഠനം. അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. തമിഴ്നാട്ടിലെ രാമർ പെട്രോൾ എന്ന വ്യാജ പെട്രോളിന്റെ ഉപജ്ഞാതാവ് രാമർ പിള്ളയെ CBI അറസ്റ്റ് ചെയ്യുകയുണ്ടായല്ലോ. ഇല്ലാത്തൊരു സംഗതി ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച് അതിന്റെ പേരിൽ ലാഭം കൊയ്യുന്നതും മുതലെടുക്കുന്നതും ഒരു ക്രിമിനൽ കുറ്റമായതുകൊണ്ടാണ് രാമർ പിള്ളയെ അറസ്റ്റ് ചെയ്തത്. യേശുക്രിസ്തു 3ാം നാൾ ഉയർത്തെഴുന്നേറ്റെന്നും 40ാം നാൾ ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് ആരോഹണം നടത്തിയെന്നുമാണ് ക്രിസ്തുമതത്തിന്റെ വിശ്വാസ പ്രമാണം. ക്രിസ്തുമതത്തിന്റെ അടിത്തറ തന്നെ ആ വിശ്വാസ പ്രമാണങ്ങളാണ്. എന്നാൽ 1999 ആഗസ്റ്റ് 2-ാം തീയതിയിലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഒരു വാർത്ത വന്നു. ലോകത്തിലെ 7 കോടി പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളുടെ പരമാധ്യക്ഷനായ കാൻഡർബറി ആർച്ച് ബിഷപ്പ് കാരിയുടേതായിരുന്നു ആ പ്രസ്താവന. അദ്ദേഹത്തിന്റെ അനുയായികൾക്കുള്ള സഹസ്രാബ്ദ സന്ദേശമായിരുന്നു അത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നത് സത്യമാണോ എന്ന് എനിക്ക് തീർച്ചയില്ല. ഇതായിരുന്നു ആ പ്രസ്താവന. ക്രിസ്തീയ വിശ്വാസത്തിന്റെ തന്നെ അടിത്തറ ഇളക്കുന്നതിന് പര്യാപ്തമായ ഈ പ്രസ്താവന മറ്റു ക്രിസ്തീയ വിഭാഗങ്ങളിലെ മേലധ്യക്ഷന്മാർക്ക് ഞെട്ടലുണ്ടാക്കി. ആധുനിക ഗവേഷകരുടെ ഗവേഷണ ഫലങ്ങൾ ആർച്ച് ബിഷപ്പ് കാരിയുടെ മനസാക്ഷിക്കുത്ത് ശരിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഉണ്ടാകാത്ത ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് മുതലെടുക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമായതുകൊണ്ടാണ് ഇത് ലേഖനമായി ഞാൻ എഴുതുന്നത്. ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ അന്നത്തെ പുരോഹിത വൃന്ദത്തിന് തീരെ പിടിച്ചില്ല. അവർ അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി പിടികൂടി. പീലാത്തോസ് മനസ്സില്ലാ മനസ്സോടെ ക്രിസ്തുവിനെ കുരിശിലേറ്റുന്നു. ഇനിയുമാണ് ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഹോൾഗർ കർസ്റ്റൺ എന്ന ജർമ്മൻ ചരിത്ര ഗവേഷകൻ 20 വർഷത്തോളം നടത്തിയ ഗവേഷണങ്ങളുടെ ഫലം ക്രിസ്തു ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്ന പുസ്തകത്തിലൂടെ 1993 പ്രസിദ്ധീകരിക്കുകയുണ്ടായി.
ഞെട്ടിപ്പിക്കുന്ന ചില വസ്തുതകളാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത്. ജർമ്മനിയിൽ പ്രസിദ്ധീകരിക്കുന്ന ഡർ സറ്റൈൻ എന്ന വാരികയുടെ 1972 ആണ്ടിലെ 16-ാം ലക്കത്തിൽ ഒരു ലേഖനം പ്രത്യക്ഷപ്പെട്ടു. കാശ്മീരിലെ ഒരു സർവകലാശാലയിലെ ഹസാനിയൻ എന്ന പ്രൊഫസറുടേതായിരുന്നു ലേഖനം. ക്രിസ്തു കാശ്മീരിൽ വന്നിട്ടുണ്ടെന്നും കാശ്മീരിലെയും ലഡാക്കിലെയും പല ബുദ്ധ സന്യാസ ആശ്രമങ്ങളിൽ താമസിച്ചിട്ടുണ്ടെന്നുമുള്ളതിന് രേഖകളുണ്ടെന്നുമായിരുന്നു ലേഖനം. കുരിശിലേറ്റിക്കഴിഞ്ഞ് തിരികെ ഇന്ത്യയിൽ വന്ന ക്രിസ്തു വളരെ പ്രായം ചെന്നതിന് ശേഷം കാശ്മീരിൽ വെച്ച് മരിച്ചു എന്നും ശ്രീനഗറിൽ കബറടക്കിയെന്നുമായിരുന്നു ലേഖനത്തിന്റെ ചുരുക്കം. ശ്രീനഗറിന്റെ പഴയ ടൗൺ ഭാഗത്ത് റോസാബാൾ എന്ന കെട്ടിടത്തിൽ ഇന്നും ആ ശവകുടീരം നിലകൊള്ളുന്നു. മുസ്ലിങ്ങൾക്ക് ഇന്നും ഈസാ നബിയുടെ ഈ കബറിടം ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ്. ഹോൾഗർ കർസ്റ്റൺ ഈ കബറിടം ഒന്ന് തുറന്ന് പരിശോധിക്കുന്നതിന് 1989 6 മാസത്തോളം ശ്രീനഗറിൽ താമസിച്ച് ഒരു ശ്രമം നടത്തുകയുണ്ടായി. അവസാനം മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയെ കണ്ട് അനുവാദം ചോദിച്ചപ്പോൾ മുസ്ലിങ്ങളുടെ വികാരം വ്രണപ്പെടുമെന്ന് ഭയന്ന് അദ്ദേഹം കബറിടം തുറക്കുന്നതിന് അനുവാദം നൽകിയില്ല. അധികം താമസിയാതെ കാശ്മീരിൽ കലാപം പൊട്ടിപ്പുറപ്പെടുകയും കർസ്റ്റൺ സ്ഥലം വിടുകയും ചെയ്തു. അദ്ദേഹം കൂടുതൽ ഗവേഷണങ്ങൾക്കായിട്ട് അവിടെ നിന്നില്ല. ജർമ്മൻ വാരികയിലെ ലേഖനം പലരുടെയും ജിജ്ഞാസ വർദ്ധിപ്പിച്ചു. ക്രിസ്തുവിന്റെ കന്യകാജനനവും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും വരെ സംശയദൃഷ്ടിയോടെ വീക്ഷിച്ചിരുന്ന പലരും ജർമ്മൻ വാരികയിലെ ലേഖനത്തോട് പ്രതികരിച്ചു. വളരെ കാലമായി ഈ ലേഖകന്റെ മനസ്സിനെയും അലട്ടിയിരുന്നത് ഈ വസ്തുതകൾ തന്നെയാണ്. ക്രിസ്തുവിന്റെ അത്ഭുത പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി കുറേയൊക്കെ തെളിയിക്കാമെങ്കിലും മരിച്ചിട്ട് ഉയർത്തു എന്നതും ശരീരത്തോടെയുള്ള സ്വർഗാരോഹണവും അവിശ്വസനീയമായി തന്നെ അവശേഷിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 51-ാം വാക്യത്തിൽ അവൻ സ്വർഗാരോഹണം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തു എന്ന ചരിത്ര സത്യം എന്നെങ്കിലും വെളിപ്പെടുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ ആധുനിക ക്രിസ്തുമതം തയ്യാറായിരിക്കണം എന്ന് ആഫ്രിക്കയിൽ ജീവിച്ച് പ്രസിദ്ധ ജർമ്മൻ ഡോക്ടർ ആൽബർട്ട് ഷിബിറ്റ്സ് എന്ന മിഷണറി 1913 അഭിപ്രായപ്പെടുകയുണ്ടായി. ക്രിസ്തുവിന്റെ അസ്ഥിപഞ്ജരം കണ്ടു എന്ന് എന്നെങ്കിലും ഒരു വാർത്ത വന്നാൽ ആരും സംശയിക്കേണ്ട എന്ന് പ്രസിദ്ധ ചരിത്ര ഗവേഷകൻ റൂസോൾട്ട് ബുട്സ്മാൻ 1965 ഒരു ജർമ്മൻ വാരികയിൽ എഴുതുകയുണ്ടായി. ഡിയർ സ്പീജൽ നമ്പർ 14 1966 എന്ന വാരികയിലാണ് എഴുതിയത്. ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് വിശ്വസിക്കാമെങ്കിലും ക്രിസ്തുവിന്റെ ഭൗതിക ശരീരം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്നത് വിശ്വസിക്കാൻ സാധ്യമല്ലല്ലോ. ഒരു ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്ന കർസ്റ്റന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹത്തിന്റെ പ്രൊഫസർമാർക്ക് ഉത്തരം മുട്ടി. മത അധ്യാപകൻ എന്ന നിലയ്ക്കുള്ള കർസ്റ്റന്റെ പരിശീലന കാലം കഴിഞ്ഞ ഉടനെ വാരികയിലെ ലേഖനത്തെ പറ്റിയുള്ള ഗവേഷണം ആരംഭിക്കുവാൻ കർസ്റ്റൻ തീരുമാനിച്ചു. അങ്ങനെ സത്യം പുറത്തു കൊണ്ടുവരണമെന്നുള്ള തീവ്രമായ ആഗ്രഹം കർസ്റ്റന്റെ ചരിത്രപ്രധാനമായ ഒരു തീർത്ഥയാത്രയ്ക്ക് പ്രേരിപ്പിച്ചു. 1989 അദ്ദേഹം ബോംബെയിൽ എത്തി. അവിടെ നിന്ന് കാശ്മീരിലേക്ക് യാത്രയായി. ബൈബിൾ പ്രകാരം ക്രിസ്തു 12-ാമത്തെ വയസ്സിൽ പാലസ്തീൻ ദേശത്ത് നിന്ന് അപ്രത്യക്ഷനായി. 30-ാമത്തെ വയസ്സിലാണ് പിന്നെ അവിടെ എത്തുന്നതും സുവിശേഷം പ്രസംഗിക്കുന്നതും. ഇതിനിടയ്ക്കുള്ള 18 വർഷം ക്രിസ്തു എവിടെയായിരുന്നു എന്ന് ബൈബിളിലും മറ്റ് ആധികാരിക ഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്നില്ല. ഉത്തരം കിട്ടാത്ത ഈ ചോദ്യത്തിന് ഇതാ ഉത്തരം. നാദ് യോഗികൾ എന്നൊരു ഹിന്ദു സന്യാസ സമൂഹമുണ്ട്. അവർ കൂടുതലും വടക്കേ ഇന്ത്യയെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ മൂലഗ്രന്ഥമായ നാദ് നാമാവലിയിൽ ഈശോനാഥ് എന്നൊരു വലിയ വിശുദ്ധൻ അദ്ദേഹത്തിന്റെ 14-ാം വയസ്സിൽ ഇന്ത്യയിൽ വന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടത്തെ താമസം കഴിഞ്ഞ് അദ്ദേഹം നാട്ടിലേക്ക് തിരികെ പോയതായും അദ്ദേഹം ഇവിടെ പഠിച്ച കാര്യങ്ങൾ പ്രചരിപ്പിച്ചതായും അതിൽ കുപിതരായ അവിടുത്തെ പുരോഹിത വൃന്ദം അദ്ദേഹത്തെ പിടികൂടി ക്രൂശിച്ചതായും എന്നാൽ അദ്ദേഹം ഇന്ത്യയിൽ വെച്ച് പഠിച്ച ചില യോഗവിദ്യകൾ കൊണ്ട് കുരിശുമരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായും ഇന്ത്യയിൽ വന്നു എന്നും ഹിമാലയ താഴ്വരയിൽ ഒരു ആശ്രമം സ്ഥാപിച്ചു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു.
നാദ യോഗികളുടെ ഉത്ഭവത്തെപ്പറ്റി ശരിയായ ചരിത്രമില്ല. എങ്കിലും ചില വസ്തുതകൾ ലഭ്യമാണ്. ബുദ്ധമതത്തിന്റെ ഈ ആരംഭകാലത്ത് BC 500 അതിന്റെ ഉത്ഭവമെന്ന് കരുതപ്പെടുന്നു. നാദയോഗികളുടെ ഉത്ഭവമെന്ന് കരുതപ്പെടുന്നു. അവർ വർഗവിവേചനത്തിന് എതിരായിരുന്നു. ബ്രാഹ്മണ മേധാവിത്വം അവർ അംഗീകരിച്ചിരുന്നില്ല. അവർ എല്ലാ വർഗക്കാരെയും സഹോദരി സഹോദരന്മാരായി കരുതുന്നു. എല്ലാ വർഗക്കാരെയും അവർ അവരുടെ സമൂഹത്തിലേക്ക് സ്വീകരിച്ചിരുന്നു. ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ പരിശോധിക്കുന്നവർക്ക് അവ നാദ സന്യാസിമാരുടേതിന് തുല്യമായിരുന്നു എന്ന് കാണാം. പട്ടാളക്കാരും ശത്രുക്കളും ക്രിസ്തുവിനെ വളരെയധികം ദേഹോപദ്രവമേൽപ്പിച്ചു എന്നതും കുരിശിൽ തറച്ചു എന്നതും ശരിയാണ്. പക്ഷെ വൈദ്യശാസ്ത്ര വീക്ഷണത്തിൽ മരണത്തിന് കാരണമായേക്കാവുന്ന ഒരു മുറിവും ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. മാർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 25 മുതൽ 45 വരെ വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ മരണസമയത്തെക്കുറിച്ച് വിവരിക്കുന്നു. ഇവിടെ 6 മണിക്കൂറേ കുരിശിൽ കിടന്നതായി പറയുന്നുള്ളൂ. ഈ പെട്ടെന്നുള്ള മരണം പീലാത്തോസിന് സംശയം ജനിപ്പിക്കുകയും എല്ലാം ശരിയായിരുന്നോ എന്ന് പീലാത്തോസ് പട്ടാള മേധാവിയോട് അന്വേഷിക്കുകയും ചെയ്തു. മാർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 44-ാം വാക്യം. ശരീരസ്തംഭനം കാറ്റലപ്സി എന്ന ഹഠയോഗ വിദ്യ തന്നെയാണ് ക്രിസ്തു പരിശീലിച്ചത്, അവിടെ പ്രയോഗിച്ചത്. ക്രിസ്തു 18 വർഷം ഇന്ത്യയിൽ താമസിച്ചിരുന്നു എന്നും അന്ന് മിക്കവാറും തക്ഷശില സർവകലാശാലയിലാണ് ഹഠയോഗ വിദ്യകൾ അഭ്യസിപ്പിച്ചിരുന്നത് എന്നും ഗവേഷകർ വിശ്വസിക്കുന്നു. അന്ന് അവിടെ 10,500 വിദ്യാർത്ഥികൾ അഭ്യസിച്ചിരുന്നതായി രേഖകളുണ്ട്. 60 വിവിധ ഡിപ്പാർട്ട്മെന്റുകളും അതിനെല്ലാം പ്രഗത്ഭരായ അധ്യാപകരും അവിടെ ഉണ്ടായിരുന്നു. ക്രിസ്തുവിനെ സ്പർശന ചികിത്സ അഭ്യസിപ്പിച്ചത് ഉദ്രക എന്നൊരു മഹർഷിയായിരുന്നു. ഇന്ന് വീണ്ടും പ്രചാരം സിദ്ധിച്ച റെയ്ക്കി എന്ന ചികിത്സാ രീതിയാണ് സ്പർശന ചികിത്സ. അങ്ങനെ സ്പർശന ചികിത്സയിലും ഹഠയോഗത്തിലും പ്രാവീണ്യം നേടിയ ക്രിസ്തു സ്തംഭനം എന്ന ഹഠയോഗ വിദ്യയാണ് കുരിശിൽ കിടന്ന് പ്രയോഗിച്ചത്. ശരീരം മുഴുവനും നിശ്ചലമാകുന്നതാണ് സ്തംഭനം. ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും നിർത്താൻ കഴിയും. ദിവസങ്ങളോ ആഴ്ചകളോ ഈ രീതിയിൽ കിടക്കാൻ സാധിക്കും. അടുത്ത കാലത്ത് റഷ്യയിൽ ജീവിച്ചിരുന്ന വുൾഫ് മെർസിംഗ് എന്ന അഭ്യാസിക്ക് 3 ദിവസം വരെ ഈ അവസ്ഥയിൽ കിടക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ നേരിട്ട് കണ്ട ചില ഇന്ത്യൻ യോഗികൾക്ക് ആഴ്ചകളോളം ഈ അവസ്ഥയിൽ കിടക്കുന്നതിന് കഴിവുണ്ടെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തു മരിച്ചു എന്ന് കരുതി പട്ടാളക്കാർ സ്ഥലം വിട്ടു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 38 മുതൽ 42 വരെ വാക്യങ്ങളിൽ ആ സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. അമരത്യാക്കാരൻ യൗസേപ്പ് പീലാത്തോസിനോട് അനുവാദം വാങ്ങി ക്രിസ്തുവിന്റെ ശരീരം ഏറ്റെടുത്തു. രാത്രിയോടുകൂടി അവിടെ എത്തിയ നിക്കോദമോസ് കൊണ്ടുവന്ന 100 റാത്തൽ ചെന്നിനായകവും മീറയും കൂടിയുള്ള മിശ്രിതം ക്രിസ്തുവിന്റെ ശരീരത്തിൽ പുരട്ടി. ശരീരം തുണിയിൽ പൊതിഞ്ഞ് തൊട്ടടുത്ത തോട്ടത്തിലുണ്ടായിരുന്ന ഒരു അറയിൽ വെച്ചു. ക്രിസ്തുവിന്റെ ശരീരം കല്ലറയിൽ അടക്കം ചെയ്തില്ല എന്നത് ശ്രദ്ധേയമാണ്. സംസ്കാരത്തിനു മുമ്പ് ശരീരം കുളിപ്പിക്കുക എന്നത് യഹൂദന്മാരുടെ നമ്മുടെ ഇടയിൽ പ്രധാനമായൊരു ചടങ്ങാണ്. എന്നാൽ ക്രിസ്തുവിനെ കുളിപ്പിച്ചതായും പറയുന്നില്ല. ക്രിസ്തു മരിച്ചിട്ടില്ല എന്നത് ചിലർക്കെങ്കിലും അറിയാമായിരുന്നു എന്നതിന്റെ തെളിവാണിത്. ശരീരത്തിന് എന്തിന് ചെന്നിനായകം പുരട്ടി? എല്ലാത്തരം മുറിവുകളും ചതവുകളും അത്ഭുതകരമായി സുഖപ്പെടുത്തുന്ന ഒരു മരുന്നാണ് ചെന്നിനായകം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 39-ാം വാക്യത്തിൽ ചെന്നിനായകത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. ആലോ എന്നാണ് ചെന്നിനായകത്തിന്റെ ശാസ്ത്രീയ നാമം. ചില മലയാളം ബൈബിളുകളിൽ ആലോയ്ക്ക് അഖിൽ എന്നാണ് പരിഭാഷ കൊടുത്തിരിക്കുന്നത്. ഇത് ശരിയല്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന കറ്റാർവാഴയാണ് ആലോ. അതിൻ്റെ നീര് വറ്റിച്ചെടുത്ത കുഴമ്പ് പോലുള്ള ഒരു ദ്രാവകമാണ് നമ്മുടെ അങ്ങാടിക്കടയിൽ കിട്ടുന്ന ചെന്നിനായകം എന്ന ഔഷധം. നമ്മുടെ നാട്ടിൽ പണ്ട്, ഒരു പക്ഷേ ഇപ്പോഴും, പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിന് ഇരയാകുന്നവർ പുറത്തു വന്നാലുടനെ ചെന്നിനായകം കോഴിമുട്ടയിൽ അടിച്ച് കഴിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ചതവുകളും മുറിവുകളും പെട്ടെന്ന് സുഖപ്പെടുത്തുന്നതിന് ചെന്നിനായകത്തിനുള്ള കഴിവ് പ്രസിദ്ധമാണ്. ക്രിസ്തു മരിച്ചിട്ടില്ലെന്ന് നിശ്ചയമുണ്ടായിരുന്നത് കൊണ്ടാണ് നീരും ചതവും മുറിവും പെട്ടെന്ന്
ഒഴിവാകുന്നതിന് വേണ്ടി ചെന്നിനായകം പുരട്ടിയത്. മൃതശരീരത്തിൽ ആരും ചെന്നിനായകം പുരട്ടാറില്ല. പിറ്റേ ദിവസം മയക്കത്തിൽ നിന്ന് ഉണർന്ന ക്രിസ്തു കുറേ നാൾ അവിടെ തന്നെ ഒളിവിൽ താമസിച്ചതിന് ശേഷം അദ്ദേഹം 18 വർഷം ചെലവഴിച്ച ഇന്ത്യയിലേക്ക് തന്നെ തിരികെ പോന്നു. ക്രിസ്തു ഉടലോടെ സ്വർഗത്തിലേക്ക് പോയി എന്ന് ചില ശിഷ്യൻ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഉയർത്തെഴുന്നേറ്റു എന്ന ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസം കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് പറഞ്ഞതുപോലെ ശാസ്ത്രത്തിനും യുക്തിക്കും നിരക്കുന്നതല്ല എന്നതാണ് സത്യം. ഇന്ത്യയിലെത്തിയ ക്രിസ്തു ലഡാക്കിന്റെ തലസ്ഥാനമായ ലേയിൽ നിന്ന് 34 കിലോമീറ്റർ അകലെയുള്ള ഹെർമിസ് എന്ന സ്ഥലത്തുള്ള ബുദ്ധ സന്യാസാശ്രമത്തിൽ താമസിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നിക്കോളസ് നോട്ടോവിച്ച് ക്രിസ്തീയ സഭയിലെ പല ഉന്നതാധികാരികളെയും കാണുകയുണ്ടായി. സംഗതിയുടെ അപകടം മനസ്സിലാക്കിയ അവർ എല്ലാവരും ഈ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് നോട്ടോവിച്ചിനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. അതിനുള്ള പല അടവുകളും അവർ പയറ്റി. നോട്ടോവിച്ച് ആദ്യം കണ്ടത് കീവിലെ മെത്രാപ്പൊലീത്തയെയാണ്. ഒരു കാരണവശാലും ഇത് പ്രസിദ്ധീകരിക്കരുതെന്ന് മെത്രാപ്പൊലീത്ത കർശനമായി കർശനമായി നിർദ്ദേശിച്ചു. റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കരുതെന്നും പ്രസിദ്ധപ്പെടുത്തിയാൽ സഭയുടെ ശത്രുക്കൾക്ക് അത് നല്ല ആയുധമാകുമെന്നും അദ്ദേഹം വാദിച്ചു. വത്തിക്കാനിലെ ഒരു ഉന്നത വ്യക്തി പണം കൊണ്ട് നോട്ടോവിച്ചിനെ സ്വാധീനിക്കാൻ ശ്രമം നടത്തി. കയ്യെഴുത്ത് പ്രതി കൊടുത്താൽ എത്ര പണം വേണമെങ്കിലും കൊടുക്കാമെന്ന് വാഗ്ദാനവും ചെയ്തു. ഈ പ്രലോഭനങ്ങൾക്കൊന്നും വഴിപ്പെടാതെ നോട്ടോവിച്ച് തന്നെ ആ റിപ്പോർട്ടുകൾ പ്രസിദ്ധപ്പെടുത്തി. 1894 പ്രസിദ്ധപ്പെടുത്തിയ ക്രിസ്തുവിന്റെ അജ്ഞാതവാസം എന്ന പുസ്തകത്തിൽ ക്രിസ്തുവിന്റെ അജ്ഞാതവാസത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഈ 18 വർഷത്തെ ക്രിസ്തുവിന്റെ ജീവിതത്തെ പറ്റി ബൈബിളിലോ മറ്റാധികാരിക ഗ്രന്ഥങ്ങളിലോ പ്രതിപാദിച്ചിട്ടില്ല എന്നത് തന്നെ ക്രിസ്തുവിന്റെ ഇന്ത്യയിലെ വാസത്തെ പറ്റിയുള്ള നിഗമനങ്ങൾ ശരിവെക്കുന്നു. ക്രിസ്തു മരിച്ചിട്ടില്ല എന്നതിന് പ്രധാന തെളിവ് ക്രിസ്തുവിന്റെ ശരീരം പുതപ്പിച്ചിരുന്ന പുതപ്പാണ്. വർഷങ്ങൾ നീണ്ട പല പരീക്ഷണങ്ങളുടെയും ഫലങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. അനേകം പുസ്തകങ്ങൾ ഇതേപ്പറ്റി രചിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനമായി 1988 പുതപ്പിന്റെ റേഡിയോ കാർബൺ പരിശോധന നടന്നത്. ഈ പരീക്ഷണങ്ങളിലെല്ലാം നടന്ന കള്ളക്കളിയുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ വിശദ ലേഖനങ്ങൾ അനവധിയാണ് എന്ന് ഡോക്ടർ CP മാത്യു എഴുതി. ഇത്രയും ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിച്ചത് ബൈബിളിനെ എതിർക്കാനോ പുച്ഛിക്കാനോ അവഹേളിക്കാനോ ഒന്നുമല്ല. 3 സത്യങ്ങൾ എന്ന് പറയുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തുമതം നിലനിൽക്കുന്നത്. അതിലൊന്നാമത്തേത് ആദവും അവ്വയും കായീൻ എന്ന കുട്ടിക്ക് ജന്മം നൽകി എന്ന്. ആദവും അവ്വയും ജനിച്ച് ഏതാണ്ട് 110-ാമത്തെയോ 120-ാമത്തെയോ തലമുറയാണ് യേശുക്രിസ്തു. അപ്പോ യേശുക്രിസ്തു ജനിക്കുന്നതിന് 110 തലമുറ പുറകോട്ടെടുക്കുകയാണെങ്കിൽ 2000, 3000, 4000 വർഷം മുമ്പാണ്, യേശുക്രിസ്തുവിന് മുമ്പാണ് ആദവും അവ്വയും ഉണ്ടായത്. അപ്പോൾ ഇത് ശുദ്ധ അബദ്ധം. മനുഷ്യ ശരീരം 10,000-കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളത് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആദവും അവയുടെയും കഥ ശുദ്ധ കൃത്രിമം. 2, ദൈവത്തിന്റെ നിർദ്ദേശം ലംഘിച്ച ആദവും അവയും സംഗമിച്ച് കായീന് ജന്മം നൽകി. അതാണ് ആദിപാപം. ആദവും അവയും തന്നെ ഭൂമിയിലില്ലായിരുന്നു എങ്കിൽ ആദിപാപം എന്നൊരു സംഭവം തന്നെ ഉണ്ടാവില്ല. ആദിപാപമില്ല. യേശുക്രിസ്തു കന്യകയുടെ ഗർഭത്തിൽ ജനിച്ചു. യഹോവയുടെ ബീജം കന്യാമറിയത്തിന്റെ അണ്ടവും ചേർന്ന് ആണ് യേശുക്രിസ്തു കന്യാമറിയത്തില് ഗർഭസ്ഥ ശിശുവായി വന്നതെന്നുള്ളത് അതിനേക്കാൾ വലിയ അബദ്ധം. പിന്നെ യഹോവ ഈ ആദവും അവയും ചെയ്ത പാപത്തിന് മനുഷ്യരാശിയെ ശിക്ഷിച്ച് തൻ്റെ തന്നെ പുത്രനെ കുരിശിലേറ്റി എന്നുള്ളത് 3ാമത്തെ പച്ച നുണ. മനുഷ്യൻ പാപിയാണെന്നുള്ളത് 4ാമത്തെ നുണ. കുറച്ചുപേരുടെ പാപത്തിന്
നല്ലൊരു മനുഷ്യനെ കുരിശിലേറ്റുന്നു എന്നുള്ളത് വമ്പര വിഡ്ഢിത്തം. ആ സമൂഹത്തില് യേശുദേവൻ ചെയ്ത ഉപദേശങ്ങളും സമൂഹത്തിൽ വന്ന മാറ്റവും ഞാൻ അനാദികാലം മുതൽക്ക് തന്നെ ഇവിടെ നിലനിൽക്കുന്നു എന്നും എബ്രഹാമിന് മുമ്പ് തന്നെ ഞാനിവിടെ നിലനിൽക്കുന്നു എന്നും ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നും നിങ്ങൾ എൻ്റെ കൂടെ വരണമെന്നും പറഞ്ഞ ആ യേശുക്രിസ്തു സമൂഹത്തിൽ വിപ്ലവകരമായ സന്ദേശം കൊടുത്തതിന് യഹൂദ പുരോഹിതന്മാരും ജനങ്ങളും അംഗീകരിക്കാത്തതിന് അദ്ദേഹത്തിനെ കുരിശിലേറ്റുക എന്ന സാധാരണ ശിക്ഷ കൊടുത്തു. ആ ശിക്ഷ മനുഷ്യന്റെ പാപം ഏറ്റുവാങ്ങിയിട്ടാണെന്ന് ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല. ആ കുരിശിലേറ്റി എന്നുള്ളതിൻ്റെ കാരണം പമ്പര വിഡ്ഢിത്തവും അബദ്ധവും. അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അതിനേക്കാൾ അസത്യവും അധർമ്മവും അനീതിയും അന്യായവും കള്ളക്കഥയും. എന്നിട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോയി എന്നുള്ളത് എവിടെയാ സ്വർഗം എന്നുള്ളതും ചരിത്രവും കഥയും ഒരുമിച്ച് ചേർക്കാം. ഇതെല്ലാം കഥയാണെങ്കിൽ ആർക്കും ഒരു പ്രശ്നവും വരാനില്ല. ചരിത്രവും കഥയും ഒരുമിച്ച് ചേർത്ത് കുറേ കെട്ടുകഥയുണ്ടാക്കി പിന്നെ അത് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ പാവപ്പെട്ടവരെ മുഴുവനും ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും പുറത്ത് ആട്ടിൻതോലും അകത്ത് ചെന്നായുടെ മനസ്സുമുള്ള ഇവിടത്തെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഹിന്ദു വാക്കുകൾ ഉപയോഗിച്ച്, ഇന്നലെ ഒരു സിനിമയിൽ ജഗതി പള്ളിയിലച്ഛനായിരുന്നു. പണ്ടൊക്കെ ഈ അച്ഛന്മാർ ഞാനൊരു അച്ഛനാണെന്നാ പറയാം. എന്നാൽ ആ സിനിമയിൽ ജഗതി പറയുന്നത് ഞാനൊരു വൈദികനാണെന്നാണ്. ഈ ബൈബിള് ഈ കള്ളത്തരം മാത്രം പഠിപ്പിക്കുന്ന ബൈബിളാണോ വേദം എന്ന പേരിന് അർഹതയുള്ളത്? അത് പഠിച്ച ആളെ സ്വയം വൈദികൻ. സാധാരണ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം പഠിച്ച ആളെയാണ് വൈദികൻ എന്ന് പറയാം. വേദം പഠിച്ച ആളെ അത് ക്രിസ്ത്യാനികളെടുത്ത് ഹിന്ദുക്കളുടെ എല്ലാം എടുത്ത് ഈ 2000 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ളത്തരത്തിനും ചതിക്കും വഞ്ചനയ്ക്കും നമ്മുടെ ഹിന്ദുക്കൾ ഇത് പഠിച്ച് പ്രതികരിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ ശാരീരികമായിട്ടല്ല, അറിവിൻ്റെ പന്താവിൽ നിന്നുകൊണ്ട് പ്രതികരിക്കണം. മതം മാറിയവരെ തിരിച്ചു കൊണ്ടുവരണം. ഡോക്ടർ CP മാത്യു നല്ലൊരു ക്രിസ്ത്യാനിയാണ്, യുക്തിവാദിയൊന്നുമല്ല. അദ്ദേഹമാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ മരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും ഒരു സർജറി പ്രൊഫസറുടെ സത്യസന്ധത വെച്ചുകൊണ്ട് ഈ ലേഖനം എഴുതിയത്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ കാരണം ഈ ബൈബിൾ പാഠങ്ങൾ ഒരു 10, 70, 80 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചിരുന്നു എങ്കിൽ ഇന്ത്യയിൽ ഇത്രയും മതപരിവർത്തനം നടത്താൻ ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാർ ചങ്കൂറ്റം കാണിക്കുമായിരുന്നില്ല. അത് നേരത്തെ RSSകാരോ വിശ്വ ഹിന്ദു പരിഷത്തുകാരോ ചെയ്തിരുന്നു എങ്കിലും ഹിന്ദുക്കളുടെ പേര് വെച്ച്, ഹിന്ദു സ്ഥാപനങ്ങളുടെ പേര് വെച്ച്, ഹിന്ദു ആചാരങ്ങൾ വെച്ച്, ഹിന്ദു ചിന്താധാരകൾ വെച്ച് ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടുന്ന ഈ ഒരു നീചകർമ്മം ക്രിസ്ത്യാനികൾ നടത്തുമായിരുന്നില്ല. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ളത് കൊണ്ട് മാത്രം ഇത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചത്. ചിന്തിക്കണം. ഒരു മതത്തിനെയും ഒന്നിനെയും എതിർക്കാനല്ല, ആടിമൂടി ഭാരതത്തെ തിരിച്ചു കൊണ്ടുവരണം. കുറേയെല്ലാം മാറ്റങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഹിന്ദു തിരിച്ചറിയാൻ തുടങ്ങി, നമ്മുടെ ആത്മാഭിമാനത്തെക്കുറിച്ച് തിരിച്ചറിയാൻ തുടങ്ങി. ആ ആത്മവിശ്വാസവും ആത്മാഭിമാനവും കൊണ്ട് ഈ മതത്തിൽ നിന്നപ്പുറത്തേക്ക് പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു മഹായജ്ഞം ഇന്ന് ആരംഭിച്ചാൽ ജനങ്ങൾ തിരിച്ചു വരാതിരിക്കില്ല. ഓരോ സമുദായവും അവനവൻ്റെ സമുദായത്തിൽപ്പെട്ടവർ മതം മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു യജ്ഞം നടത്തണമെന്ന് കൂടി പറഞ്ഞ് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കുറേ ദിവസമായിട്ട് വിവരിച്ചു കൊണ്ടിരുന്നത്. ഇനിയും അത് തുടരും എന്നുകൂടി പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.